നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ US നിന്ന് വന്ന വാർത്ത, ട്രംപ് സ്റ്റീലിന് 50% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളതായിരുന്നു. അത് കാരണം ഇന്ത്യൻ സ്റ്റീൽ കമ്പനീസ് അടക്കം, ടാറ്റ സ്റ്റീലും ജിൻഡാൽ സ്റ്റീലും എല്ലാം അടക്കം ഇടിവ് രേഖപ്പെടുത്തി. മൊത്തത്തിൽ ഗ്ലോബലി ഒരു പാനിക് സിറ്റുവേഷൻ സൃഷ്ടിച്ചു. എന്നാൽ US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയ ഒരവസ്ഥയിൽ, യൂറോപ്യൻ മാർക്കറ്റ് റെഡ് ആയിരുന്നു എങ്കിലും അതിതീവ്രമായിട്ടുള്ളൊരു ഇടിവുണ്ടായിരുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ റിക്കവറി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലത്തെ ഡേ ലോയിൽ നിന്ന് 150ഓളം പോയിന്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ ബാങ്ക് സെക്ടറുകൾ, ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്നലെ പോസിറ്റീവിലാണ് റിയാക്ട് ചെയ്തത്. നമ്മുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത്. മികച്ച രീതിയിലുള്ളൊരു GDP എല്ലാം തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക അനലിസ്റ്റിംഗ് സ്ഥാപനങ്ങളെല്ലാം തന്നെ റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും മുകളിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. അല്ലാതെ സീവിയർ സെൽ ഓഫ് ഡേ ആയി രീതിയിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മറിയുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഒരു കാര്യമുള്ളത്, US നിന്ന് അവിടുത്തെ കൊമേഴ്ഷ്യൽ സെക്രട്ടറി ഹൊവാർഡ് ലുട്കിൻ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയായിട്ടുള്ള ഡീല് അത് ബെറ്ററായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ട്രംപും ഇത് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെയൊക്കെ ഊഴാണ്, എന്താണ് ഇന്ത്യയുടെ ഒരു തീരുമാനം, ഏതൊക്കെ രീതിയിൽ ആണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. ഇത് വലിയൊരു ഇഷ്യൂ ആണ്, ഒരു രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ് ഒരു താരിഫ്. അത് ഒരു രാജ്യത്തിന് ഇതുവരെ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ചൈന ഉൾപ്പെടെ ഇന്നലെ വയലേറ്റ് ചെയ്തെന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം. അത് എങ്ങനെയൊക്കെ ഒരു അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ ഇന്നലെ ട്രേഡ് ചെയ്ത നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള FTSE UK മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ അവസാനിച്ചു. CSE 40 ഫ്രാൻസ് മാർക്കറ്റ് 14 പോയിന്റ് മാത്രമാണ് ഇടിഞ്ഞിട്ടുള്ളൂ. ഡാക്സ് ജർമ്മൻ മാർക്കറ്റും അതുപോലെ തന്നെ 0.28% മാത്രമാണ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് നമുക്ക് പൊതുവേ നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞിരുന്നു ശക്തമായിട്ട്. ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡിൽ $8 ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, ഇൻട്രാഡേ FNO ട്രേഡ് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ബ്രോക്കർ നമുക്ക് എനേബിൾ ചെയ്യും. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഫസ്റ്റ് കമ്പനിയിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ HCL ടെക് കമ്പനി, ഇവർ UiPath എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സിങ്ക ലോജിസ്റ്റിക് കമ്പനി, ലോജിസ്റ്റിക്കിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അല്ല, ലോജിസ്റ്റിക് കമ്പനി, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ക്വിക്ക് റൂട്ട് എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 9% സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ബയോകോൺ കമ്പനി, ഇവരുടെ ഡയബറ്റിക് ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മെഡിസിന് അംഗീകാരം ലഭിച്ചു. ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ISGS ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി, ഇവരുടെ പുതിയ പ്ലാന്റ് ഉണ്ടായിരുന്നു UPയിൽ. അപ്പോൾ അതിന് UPയിലെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഒരു പെർമിഷൻ കിട്ടി, പ്ലാന്റ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ടോറൻറ്റ് പവർ കമ്പനി, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു BP സിംഗപ്പൂർ എന്ന പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ സിമെൻറ്റ് കമ്പനി, ഇവർ ആസാമിൽ ഒരു പുതിയ പ്ലാന്റ് ഇവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. യുണൈറ്റഡ് ബെവറീസ് കമ്പനി, മാംഗ്ലൂരിലുള്ളവരുടെ ബെവറീസ് ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി 300 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടാനിയ കമ്പനി, ജഗാഡിയയിൽ ഇവരുടെ തൊഴിലാളികൾ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രൈക്ക് എല്ലാം തന്നെ ഇപ്പോൾ ധാരണയിലെത്തി, കമ്പനിയും തൊഴിലാളികളും ധാരണയിലെത്തി, സ്ട്രൈക്ക് നിന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി, ഒയസ്റ്റർ റിന്യൂവബിൾ എനർജിയിലെ 36% സ്റ്റേക്ക് ബൈ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. നമ്മുടെ ചാനലിൽ എല്ലാ
നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്